കൂടുതൽ വാർത്താറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തിരഞ്ഞെടുപ്പിനു മുൻപായി കേന്ദ്രവും കേരളവും മത്സരിച്ചായിരുന്നു അരി വിതരണം നടത്തിയിരുന്നത്. കേന്ദ്രത്തിന്റെ ഭാരത് റൈസും കേരളത്തിന്റെ കെ റൈസും തമ്മിലായിരുന്നു മത്സരം. കേന്ദ്രം നേരിട്ട് വിതരണം തുടങ്ങിയ ഭാരത് റൈസും അതിനു ബദലായി സംസ്ഥാനം കൊണ്ടുവന്ന കെ റൈസും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പേരിനു മാത്രമായി. കൊട്ടിഘോഷിച്ചാണ് ഇവയുടെ വിതരണം തുടങ്ങിയത്. വാഹനങ്ങളിൽ ജില്ലതോറും വിൽപ്പന നടത്തിയ ഭാരത് റൈസ് ഇപ്പോൾ വല്ലപ്പോഴും വന്നാലായി. സപ്ലൈകോ വഴി സംസ്ഥാന സർക്കാർ വിൽപ്പന തുടങ്ങിയ കെ റൈസ് ലഭ്യമല്ല. സബ്സിഡി അരിയുടെ ഒരു ഭാഗമാണ് കെ റൈസാക്കി നൽകിയത്. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷനാണ് ഭാരത് റൈസ് വാഹനങ്ങളിൽ വിതരണം ചെയ്തത്. അരി വിൽപ്പനയ്ക്ക് BJP നേതാക്കൾ സ്വീകരണം ഒരുക്കിയതോടെ വോട്ടിനു വേണ്ടിയുള്ള തട്ടിപ്പാണെന്ന് LDF ആരോപിച്ചിരുന്നു. സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ലാതായ വേളയിലാണ് ഫെബ്രുവരി 7-ന് ഭാരത് റൈസിന്റെ വരവ്. അപകടം മനസ്സിലാക്കി മാർച്ച് 12-ന് ശബരിയുടെ ബ്രാൻഡിൽ കെ റൈസ് സംസ്ഥാന സർക്കാരും ഇറക്കി. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ വാഹനങ്ങളിൽ ഭാരത് റൈസ് വിതരണം ചെയ്യുമെന്ന ഉറപ്പ് കേന്ദ്രം നൽകിയിരുന്നു. ചിലയിടങ്ങളിൽ അരി ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 29 രൂപയുടെ ഭാരത് റൈസ് 10 കിലോ വരെ APL BPL വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ലഭിക്കുമെന്ന ഉറപ്പ് തിരഞ്ഞെടുപ്പിന് ശേഷം വെള്ളത്തിൽ വരച്ച വര പോലെയായി. തിരഞ്ഞെടുപ്പിന് ശേഷം ഭാരത് റൈസുമായി വരുന്ന വാഹനങ്ങൾ നാമമാത്രമായി. നാഫഡ് തിരഞ്ഞെടുത്ത സൂപ്പർ മാർക്കറ്റുകളിലേക്ക് വിൽപ്പന മാറ്റി. സമാനാവസ്ഥയാണ് സംസ്ഥാന സർക്കാരിന്റെ കെ റൈസിനും. ഭാരത് റൈസിന്റെ വിതരണം ആരംഭിച്ചതോടെ വളരെ തിടുക്കപ്പെട്ട് ശരവേഗത്തിലാണ് കെ റൈസ് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നത്. സംസ്ഥാന സർക്കാർ കെ റൈസ് എന്ന പേരിൽ ജയ അരി 29 രൂപയ്ക്കും കുറുവ മട്ട അരികൾ 30 രൂപയ്ക്കും വിതരണം ചെയ്യുമെന്നാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ചത്. ഒരാൾക്ക് 5 കിലോ പാക്കറ്റാണ് ലഭിക്കുന്നത്, കൂടാതെ സബ്സിഡി അരിയും. എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം കെ റൈസിന്റെ ഒരു വിവരവുമില്ല. മാസത്തിൽ 5 കിലോ അരി തരും, അതിനെ സബ്സിഡി അരിയെന്നോ കെ റൈസ് എന്നോ ഇഷ്ടാനുസരണം വിളിക്കാമെന്ന അവസ്ഥയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് വളരെയധികം പണിയെടുത്തതുകൊണ്ടായിരിക്കും തിരഞ്ഞെടുപ്പിന് ശേഷം ഭാരത് റൈസും കെ റൈസും വിശ്രമത്തിലാണ്.